Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Prayer ആരാണ്? ഞാനാണ് മാം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ നാവികൻ ഭവാബ്ദിക്കോരാവിന്തോണി നിൻപദം ഒന്നെന്നായി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും മൃക്ക് പോലുള്ള നിന്നിലാ സ്പന്ദമാകണം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോന്നി നിൻപദം. ഓക്കെ മാം. ഇന്നാരാ? മാം ഞാനാണ് ലിറ്റി മോഹൻ. പറയട്ടെ മാം. പറഞ്ഞോ, സ്റ്റാർട്ട് ചെയ്തോ. Importance of yoga in our life. Healthy, both physically and spiritually, is one of the greatest assets in our life, which allow us to lead a peaceful life. How is it that possible? Via yoga. Yoga is an Indian practice which has an ancient history. It may be ancient, but it's a very advanced as well. In yoga, we cleanse our body, both externally and internally. So if we cleanse ourselves, we get happiness. And what if we achieve happiness? Then we are able to live a peaceful and prosperous life. Yoga has a system exercise for our body. These exercises are known as asanas. Each asanas have their own benefits, but the most basic benefits are gaining flexibility and acquiring a peace and calm mind. Just like any other major practice, yoga has its own history. It was believed that Lord Shiva, in the form of Adiyogi, came and taught yoga to our great ancient rishis. This soon spread to the entire community and finally to the entire world. Yoga provides external comfort, something everyone would wish for. We must do our best to extinguish our force and laziness and lead yoga for a world where people could enjoy a healthy and prosperous life. Yoga is like a fire which once lit, never extinguished. Thank you, ma'am. Thank you. Quotes ഞാനാണ് മാം. ശ്രീലക്ഷ്മി. Okay. All the world is a stage and all the men and women are merely players. They have their own exits and entrances. One man in his time plays many parts, his acts being many ages. So don't get angry for silly things, live happily. William Shakespeare. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് പിയാഷയുടെ സ്റ്റേജസ് ആയിരുന്നു അല്ലെ. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ആയ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിനെ കുറിച്ചായിരുന്നു പറഞ്ഞത് അല്ലെ. ഒന്ന് റീക്യാപ്പ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോ അതില് പറയുന്നത് അഞ്ച് പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് റീക്യാപ്പ് ചെയ്യാം കേട്ടോ. എന്താണ് ഈ സ്റ്റേജിൽ നമ്മള് 7 to 11 ഇയേഴ്സ് ആയിരുന്നു ആ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ആ സ്റ്റേജില് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, മേജർ ഡെവലപ്മെന്റ് ചേഞ്ചസ് ഓഫ് കോഗ്നിറ്റീവ് എബിലിറ്റി ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ്. ഫസ്റ്റ് എന്തായിരുന്നു പറഞ്ഞത്, ഈ ബേസിക് സ്കൂൾ പീരീഡിലൊക്കെ കുഞ്ഞുങ്ങള് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻസ് ആഗിരണം ചെയ്യാനായിട്ട് അവരുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റിൽ നിന്ന് ഇൻഫർമേഷൻസ് ആഗിരണം ചെയ്യുകയും അതുപോലെ തന്നെ ഐഡിയാസ് ഡെവലപ്പ് ആകുന്നുണ്ട് അവരില്. അതുപോലെ തന്നെ അവർക്ക് മെമ്മറി എഫിഷ്യന്റ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇനി
സെക്കൻഡ് പോയിന്റ് എന്താ പറഞ്ഞത്, ഓരോ കാര്യങ്ങളും ജനറലൈസ് ചെയ്യാനായിട്ടും ലോജിക്കൽ തിങ്കിങ് ഇൻക്രീസ് ചെയ്യാനായിട്ടും യുക്തിപരമായിട്ട് അവരിൽ ചിന്തകള് അങ്ങനെ ലോജിക്കായിട്ട് ചിന്തിക്കാനായിട്ടും ഉള്ള കഴിവ് ഉണ്ടാകുന്നു. തേർഡ് പോയിന്റ് എന്താ പറഞ്ഞത് നമ്മള്, തേർഡ് പോയിന്റ് എന്താ പറഞ്ഞത്, ഓരോ കാര്യങ്ങളിലെ കുട്ടികളിൽ എന്താണ് നിരീക്ഷണം, അതുപോലെ തന്നെ എന്താണ് സെലക്ട് ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങള് അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെ. മെറ്റീരിയൽ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ പേന അല്ലെങ്കിൽ പേപ്പർ, ബുക്ക്, ഇതൊക്കെയാണ് മെറ്റീരിയൽ ഒബ്ജക്ട്സ് ആയിട്ട് പറയുന്നത് അല്ലെ. അങ്ങനെ ഒബ്ജക്ട്സ് കൊണ്ട് ഓരോ കാര്യങ്ങൾ, പേപ്പർ ഉപയോഗിച്ചിട്ട് പല കാര്യങ്ങളും, പിന്നെ മണ്ണ് ഉപയോഗിച്ച് പല കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ. നമ്മള് ഇപ്പോ അപ്പം ചുട്ട് കളിക്കുന്നത്, അതുപോലെ തന്നെ മെറ്റീരിയൽ എന്താണ് പേന വെച്ചിട്ട് കളിക്കാറുണ്ട്, അതുപോലെ പേപ്പർ വെച്ചിട്ട് അല്ലെ ഈ വിമാനമൊക്കെ ഉണ്ടാക്കിയിട്ട് വിടാറില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് അവര് ചെയ്യാറുണ്ട്. ഓരോ കാര്യങ്ങളും മെറ്റീരിയൽ ഒബ്ജക്ട്സ് യൂസ് ചെയ്തുകൊണ്ട് അത് സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ഓരോ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത് അങ്ങനെയുള്ള കഴിവ് കുട്ടികളിൽ ഉടലെടുക്കുന്നു. ഇനി എന്താണ് ഫോർത്ത് പോയിന്റ് പറഞ്ഞത്, അറ്റ് ദിസ് ഏജ് ചൈൽഡ് ടെൻ ടു ലൈഫ് ഇൻ ദ വേൾഡ്. എന്താണ്, അവൻ തന്നെയാണ് വേൾഡിന്റെ ക്രിയേറ്റർ എന്ന നിലയിലാണ് അവൻ ജീവിക്കുന്നത്. അവനാണ് ക്രിയേറ്റർ എന്ന നിലയിലാണ് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഫിഫ്ത്ത് പോയിന്റ് എന്താണ്, ചിൽഡ്രൻ ബിക്കം ഇൻക്രീസിംഗ്ലി കൺസേൺഡ് വിത്ത് ദ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഇൻ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ ഫിനോമിന ഇൻ എൻവയോൺമെന്റ്. എന്താണ് ഇപ്പോ ഇവിടെ പറഞ്ഞു, എന്താണ് പരിസ്ഥിതിയിലെ ഭൗതികവും പ്രകൃതിദത്തവുമായ പ്രതിഭാസങ്ങളിലെ കാരണഫലങ്ങൾ അല്ലെ, കോസ് ആൻഡ് ഇഫക്റ്റ്, കാരണഫലങ്ങള്, അതിന്റെ ആ ബന്ധത്തെ കുറിച്ച് കുട്ടികളിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാകുന്നുണ്ട് ആ കുട്ടികള്. ഇപ്പോ മഴ പെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാറുണ്ട് അല്ലെ. ഈ സമയത്ത് എന്തുകൊണ്ട് മഴ പെയ്തു, അല്ലെങ്കിൽ എങ്ങനെയാ മഴ ഉണ്ടാകുന്നത് അല്ലെ, ഇതൊക്കെ ചോദിക്കാറില്ലേ നിങ്ങളോട്. അതൊക്കെ എന്താണ് കാരണം അറിയുമെങ്കിൽ പറഞ്ഞു കൊടുക്കണം അല്ലെ. അല്ലെങ്കിൽ പറയും, ടീച്ചറോട് പറയാൻ പറയും അല്ലെ. പറയാറുണ്ടോ നിങ്ങള്? കാരണം അറിയുമെങ്കിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ലേ കുട്ടികൾ നിങ്ങളോട്? ഇല്ലേ, ആരോടും ചോദിക്കാറില്ല. നല്ല കുട്ടികളാണല്ലോ, അപ്പൊ ചോദിക്കാറുണ്ട് അല്ലെ. മഴ പെയ്യുന്നത് എന്താണ്, ഈ ടൈമിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മഴ പെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് അവര്. അപ്പൊ അതിന്റെ പെയ്യുന്നെന്ന് ചോദിക്കാറുണ്ട്. എന്താണ്, എങ്ങനെയാണ് മഴ പെയ്യുന്നത് അല്ലെ. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. കാരണം അറിയുമെങ്കിൽ പറഞ്ഞു കൊടുക്കാം അമ്മമാര്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് കുട്ടികൾ ശ്രമിക്കുന്നുണ്ട് ഈ ഏജ് ആ കാലഘട്ടത്തിൽ കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ആ ഫിഫ്ത്ത് വരെയുള്ള പോയിന്റ്സ്. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്, ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ് ആണ്. നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്, കൺസെപ്ഷൻ അല്ലെ, കൺസെപ്ഷൻ ഓഫ് ഫോർമേഷൻ. കൺസെപ്ഷൻ ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആശയ രൂപീകരണം. അതുപോലെ തന്നെ നെക്സ്റ്റ് പറഞ്ഞത് ഡെവലപ്മെന്റ് ഓഫ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അതെങ്ങനെ തരണം ചെയ്യാം എന്നുള്ള കാര്യങ്ങള് അവരില് ഉടലെടുക്കുന്നു. അതുപോലെ തന്നെ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. എന്താണ്, സെൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഏതൊക്കെയാണെന്ന് തരംതിരിക്കാനുമുള്ള കഴിവുണ്ട് അല്ലെ. റോസും ആൻഡ് ജാസ്മിൻ പൂവിന്റെ എക്സാമ്പിൾ മിസ് പറഞ്ഞില്ലേ, മണത്ത് നോക്കിയിട്ട് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് ഇത് റോസ് ആണ് അല്ലെങ്കിൽ ജാസ്മിൻ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള കഴിവും അവനിൽ വരുന്നുണ്ട്. അതുപോലെ മെമ്മറി ഡെവലപ്പ് ആകുന്നുണ്ട്. തിങ്കിങ്, ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കാനായിട്ട് റീസണിങ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. ഇമാജിനേഷൻ അല്ലെ, ഇപ്പൊ ആന എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ മനസ്സിലുണ്ടാവും, വലിയ ഭീമാകാരമായ ജീവി, വലിയ തുമ്പിക്കൈയുണ്ട്, 4 കാലുകളുണ്ട്, അതുപോലെ കറുത്ത നിറമാണ്. അങ്ങനെയുള്ള കാര്യങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ആകുന്നുണ്ട്. ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ലാംഗ്വേജ് എന്താണ്, ആദ്യം 6th month ആവുമ്പോൾ എന്താണ് പറയുന്നത്, പാ പാ മാ എന്നൊക്കെയാണ് പറയുന്നത് അല്ലെ. പിന്നീട് ഏജ് കൂടുന്തോറുമാണ് ഓരോ കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് ലാംഗ്വേജിലെ ഡെവലപ്മെന്റും കുട്ടിയിൽ ഉണ്ടാകുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓർക്കുന്നുണ്ടോ? ഇനി നെക്സ്റ്റ് നിങ്ങളോട് മിസ് ഒന്ന് വായിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 4 കാര്യങ്ങൾ, 4 പോയിന്റ്സ് വായിച്ചിട്ടുണ്ടോ? ഓക്കെ. നിത്യ, എന്താ മനസ്സിലായി 4 കാര്യങ്ങള്? പ്രൊവൈഡിങ് എ നർച്ചറിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് അറ്റ് ഹോം. 4 പോയിന്റ്സ് ആണ് വായിച്ചു വരാൻ. പോഷകാഹാരങ്ങൾ വീട്ടിൽ കൊടുക്കുന്നതിന്റെ അല്ലേ നർച്ചറിങ്? അല്ല, പരിപോഷിപ്പിക്കുന്നത് വീട്ടില് കുട്ടികളില്.
അതാണ് ട്ടോ ഉദ്ദേശിക്കുന്നത്. വീട്ടില് നർച്ചറിങ്ങിന്റെ മീനിങ് അല്ലേ? ന്യൂട്രീഷൻ അല്ല, പരിപോഷണം. ബൈ ഗീവിംഗ് ദം ദ ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ആൻഡ് എക്സ്പെരിമെന്റ്, അവർക്ക് അവസരങ്ങൾ കൊടുക്കുക, എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പെരിമെന്റ് പരീക്ഷിക്കുവാനും ഉള്ള അവസരങ്ങൾ നൽകുക. ബൈ ടോക്കിംഗ് ടു ദം ആൻഡ് ബൂസ്റ്റ് ദം ടു ടോക്ക്, അവരോട് സംസാരിക്കുന്നതിലൂടെയും അവരെ സംസാരിക്കാനും നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ബൈ അലോവിങ് ദം ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് അറൈസിങ് ദെയർ ക്യൂരിയോസിറ്റി, അവരോട് ചോദ്യം ചോദിക്കാനും അതിന്റെ ഉത്തരം പറയുവാനുമുള്ള ക്യൂരിയോസിറ്റി ഉണർത്തുകയാണ് ആകാംക്ഷ. ബൈ ഇൻഡൾജിങ് ഇൻ ഡയലോഗ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം, ആ ഫസ്റ്റ് വേർഡിന്റെ മീനിങ് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് അവരുമായിട്ട് ഡയലോഗ്സില് സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യണമെന്നുള്ളത്. നെക്സ്റ്റ് ആരെങ്കിലും ഒന്ന് പറയോ? അമ്പിളി. റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ആണോ? അല്ല. പ്രൊവൈഡിങ് നർച്ചറിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് അറ്റ് ഹോം. ബൈ ഗിവിംഗ് ദം ദ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പെരിമെന്റ്, അത് പരീക്ഷണങ്ങളിലൂടെ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ്. നമ്മൾ ഓരോന്ന് പരീക്ഷിച്ചിട്ട് നമ്മൾ അവർക്ക് അതിനുള്ള ഒരു അവസരം കൊടുക്കണം. പിന്നെ ബൈ ടോക്കിംഗ് ടു ദം ആൻഡ് ബൂസ്റ്റ് ദം ടു ടോക്ക്, അവരോട് സംസാരിക്കുന്നതിലൂടെയും അവർക്ക് അവരോട് സംസാരിക്കുന്നതോടെ അവർ സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ അവരുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവാൻ അത് സഹായിക്കും. പിന്നെ ബൈ അലൗവിങ് ദം ടു ആസ്ക് ക്വസ്റ്റ്യൻ ആൻഡ് their curiosity, അവരോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാനേ അനുവദിക്കുക. നമുക്ക് അവരോട് ഒരു കാര്യത്തിനോടുള്ള ഇത് അവർക്ക് ഉണ്ടാവും, അവർക്ക് ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പൊ അവർ അതിനോട് സംശയം പ്രകടിക്കുമ്പോൾ അവരുടെ ചോദ്യങ്ങൾ നമ്മൾ കേൾക്കുക, ചോദ്യങ്ങൾ ചോദിക്കാൻ അവരെ അനുവദിക്കുക എന്നാണെന്ന് തോന്നുന്നു. പിന്നെ ബൈ ഇൻഡൽജിങ് ഇൻ ഡയലോഗ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം, നമ്മൾ അവരോട് സംസാരിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതാണ് മനസ്സിലാക്കി. ഇനി ആരാ? സ്നേഹ മോൾ സെബാസ്റ്റ്യൻ. സ്നേഹ. രേഷ്മ മനു. അരുളിയ. ശ്രുതി. ഇത് ഇതിനകത്ത് എടുത്തു പറയേണ്ട കുട്ടികൾക്ക് നമ്മളായിട്ട് ഉണ്ടാക്കേണ്ട ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് പരസ്പരമുള്ള സംസാരത്തിലൂടെ, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെയും അവരുടെ മെമ്മറി ഇതാക്കുന്നതിലൂടെയൊക്കെയാണ്. മിസ് ഒരു മിനിറ്റ്, ഒരു കോള് വന്നതാ. അപ്പൊ അവരിലൂടെ നമ്മൾ പരസ്പരം സംസാരിക്കുന്നതിലൂടെ അവരിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു. പിന്നെ അവരുടെ മെമ്മറി നമ്മളാൽ കഴിയുന്ന തരത്തിൽ അവരെ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതാണ് ഈ 4 പോയിന്റ്സും എടുത്തു പറയുന്നത്. ബാക്കി രണ്ടുപേരും ആ പോയിന്റ് എന്താന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് എടുത്തു പറയട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം 4 പോയിന്റ്സ് കേട്ടോ. ഓക്കെ, അപ്പൊ വീട്ടില് പരിപോഷിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഉത്തേജിപ്പിക്കുന്നതിനുമായിട്ടുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുക. കുട്ടികളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവരില് ഈ കഴിവുകൾ വളർത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, വീടുകളിൽ ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് ആണ് പറയുന്നത് ബൈ ഗിവിംഗ് ദം ദ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പീരിമെന്റ്. അവർക്ക് എന്താണ് ഒരു എക്സ്പ്ലോർ ചെയ്യാനായിട്ടും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാനായിട്ടുള്ള ഒരു അവസരം, ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ഇപ്പൊ നമ്മൾ പറയും മണ്ണെടുത്ത് കളിക്കാൻ പാടില്ല, എന്താണ് അസുഖങ്ങൾ വരും അല്ലെ, ബാക്ടീരിയ വരാറുണ്ട്, അങ്ങനെ വിരശല്യം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് മണ്ണിൽ കളിക്കരുത്, പല അസുഖങ്ങൾ വരാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
അവരെ എക്സ്പീരിയൻസ് ചെയ്ത് മണ്ണപ്പം ചുട്ട് കളിക്കുക, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ പറയാൻ പാടില്ല. മണ്ണ് എടുത്ത് കളിക്കണ്ടെന്ന് പറയരുത്. അവർ ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പഠിക്കണം. അതുപോലെ മഴയത്ത് കളിക്കരുത്, മഴയത്ത് ഇറങ്ങിയാൽ ചുമ വരും, പനി വരും എന്ന് പാരന്റ്സ് പറയാറുണ്ട്. അതൊക്കെ എക്സ്പീരിയൻസിലൂടെ കുട്ടികള് പഠിക്കുക, ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അത് മഴയാണ്, അതുപോലെ തന്നെ എന്താണ് മണ്ണെടുത്ത് ഇങ്ങനെയൊക്കെ കളിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് വഴി ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്ക് കൊടുക്കണം. നമ്മൾ അവിടെ പോകാൻ പാടില്ല, അല്ലെങ്കിൽ അതെടുത്ത് കളിക്കരുത്, മഴയത്ത് ഇറങ്ങരുത്, മണ്ണെടുത്ത് കളിക്കാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. അതുപോലെ തന്നെ എന്താണ്, ഇപ്പൊ തീപ്പെട്ടി എടുക്കുമ്പോൾ എന്താണ്, തീപ്പെട്ടി എടുത്താൽ പൊള്ളും എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, അത് ഉരച്ചൊന്ന് കാണിച്ചു കൊടുക്കുക, തീ വരും, അപ്പൊ കൈ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് പൊള്ളും എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസിലൂടെ അവരെ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. മനസ്സിലായോ? ഇനി സെക്കൻഡ് പറയുന്നത് ബൈ ടോക്കിംഗ് ടു ദം ആൻഡ് ബൂസ്റ്റ് ദം ടു ടോക്ക്. ഇനി ചില കുട്ടികൾ ഉണ്ടാവും അല്ലെ, ഇപ്പൊ ചില കുട്ടികൾ നന്നായിട്ട് സംസാരിക്കും, ചില കുട്ടികൾ എന്താണ് വർത്താനം പറയാനായിട്ട് ഇത്തിരി പുറകോട്ടായിരിക്കും അല്ലെ, ഇൻട്രോവേർട്ട് ആയിരിക്കും. കാരണം എന്താണ്, ആ കുട്ടികളുടെ പാരന്റ്സ് ചിലപ്പോൾ ജോലിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവരോട് വർത്താനം പറയാനായിട്ട് ആരുണ്ടാവില്ല അല്ലേ. അതുപോലെ തന്നെ അവര് സമൂഹത്തിൽ ഇറങ്ങുമ്പോഴും ഇങ്ങനെ മിണ്ടാതിരിക്കും. ഇപ്പൊ ഗ്രൂപ്പ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് വിട്ടുമാറി നിൽക്കുമല്ലേ, അവര് ഇൻട്രോവേർട്ടുകളായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവരോട് സംസാരിക്കാം. എന്നിട്ട് സംസാരിച്ച് അവരിൽ എന്ത് ചെയ്യണം, വാക്കുകൾ ഡെവലപ്പ് ആക്കി ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉളവെടുക്കണം. ഓക്കെ, അങ്ങനെയുള്ള ഡെവലപ്മെന്റ്സുകൾ അവർക്ക് കൊടുക്കാം. അവരെ സംസാരിച്ചില്ലെങ്കിൽ അവരെ സംസാരിപ്പിക്കാൻ വേണ്ടതായിട്ടുള്ള രീതിയിൽ അവരോട് സംസാരിച്ച് അവർക്ക് അതിൽ ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിൽ എന്തുണ്ടാവും, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇനി എന്താണ്, ബൈ അലോവിങ് ദം ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് അറൗസിങ് എന്ന് പറഞ്ഞാൽ ഉണർത്തുക, അറൗസിങ് ദയർ ക്യൂരിയോസിറ്റി, ജിജ്ഞാസ അല്ലെ, ജിജ്ഞാസ. ചില കുട്ടികൾ ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഴ പെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മഴ പെയ്യുന്നത്, അല്ലെങ്കിൽ മഴ ഉണ്ടാവുന്നത് എങ്ങനെ എന്നൊക്കെ അമ്മമാരോട് ചോദിക്കാറുണ്ട് അല്ലെ. അവരുടെ ജിജ്ഞാസ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി കാരണം എന്താണ്, ഓരോ ക്വസ്റ്റ്യൻസ് അവർ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾക്ക് അറിയാവുന്ന ആൻസർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഓരോ കുട്ടികളും ക്യൂരിയോസിറ്റി അനുസരിച്ച് ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കാം. ഇനി എന്താണ്, ബൈ ഇൻഡൾജിങ് എന്ന് പറഞ്ഞാല് മുഴുകുക, ഇൻഡൾജിങ് ദ ഡയലോഗ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം. എന്താണ്, കുട്ടികള് നമ്മളോട് പറയുന്ന രീതി എങ്ങനെയായിരിക്കാം, നമ്മളോട് പറയുന്ന അമ്മമാരോടൊക്കെ പറയുന്ന രീതി എങ്ങനെയായിരിക്കാം, വലിയ ആൾക്കാര് പറയുന്നത് പോലെ ആവും. സംസാരിക്കുന്നത് എങ്ങനെയാണ്, ഒരു കൊഞ്ചിക്കൊഴഞ്ഞിട്ടൊക്കെയാണ് അല്ലെ, ഒരു എന്താണ് കൊഞ്ചലായിരിക്കും അല്ലെ, മറ്റുള്ളവരോടൊക്കെ സംസാരിക്കും ഒരു കൊഞ്ചുന്ന രീതിയിലൊക്കെയാണ് കുഞ്ഞുങ്ങള് സംസാരിക്കുന്നത്. അപ്പോ നമ്മളും തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അവരെങ്ങനെയാണോ നമ്മളോട് പറഞ്ഞത് അതുപോലുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. മനസ്സിലായോ? അതാണ് ബൈ ഇൻഡൾജിങ് ഇൻ ഡയലോഗ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം. അവര് നമ്മളോട് പറഞ്ഞ രീതിയിൽ തന്നെ നമ്മളും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇല്ലേ, കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കാറുണ്ടല്ലേ, അതുപോലെ തന്നെ നമ്മളും അവരോട് വർത്താനം പറയാം. അവർക്ക് എന്താവും, സന്തോഷാവും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വീട്ടില് ചെയ്യേണ്ടത്. 4 കാര്യങ്ങൾ പഠിച്ചില്ലേ? ഓക്കെ, ഇനി റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, നിങ്ങൾക്ക് പറയാൻ പറ്റും. വായിച്ചു കഴിഞ്ഞാല് കമന്റ് ഇടാം കേട്ടോ. വായിച്ചു നോക്കിയോ? ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കാം. ആരാ പറയാൻ റെഡി ആയിട്ട് ആരാ? സബീന. സബീന പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്തു. Role of parents and teachers. First one, to provide a warm and nurturing environment.
ആ. നമ്മൾ അവർക്കൊരു നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക. അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് സൃഷ്ടിച്ചു കൊടുക്കുക എന്നാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ ടു ലിസൺ ടു ദം ആൻഡ് ഹാവ് എ ഡയലോഗ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻസ്ട്രക്ടിങ് ഡൂസ് ആൻഡ് ഡോൺസ്. അതായത് ചെയ്യരുതാത്ത കാര്യങ്ങളെ ചെയ്യണ്ടാത്ത കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചും എന്താ ടു ലിസൺ ടു ദം അത് അത് ചെയ്യാൻ ചെയ്യരുത്. പാടില്ല. ആ, എന്താ മിസ്സേ? അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ടല്ലേ നമ്മൾ. ആ അതെ അതെ. പിന്നെ ടു ബി സെൻസിറ്റീവ് ഓഫ് ദെയർ ഫീലിങ്സ്. അവരുടെ എന്താണോ അവരുടെ ഫീലിംഗ്, ആ ഫീലിങ്ങിനോട് നമ്മൾ ക്ഷമയോടത് നമ്മളത് കേൾക്കാൻ തയ്യാറാകുക. Then fourth one, to set expectations according to age and individual ability. ഓരോരുത്തരുടെ പ്രായത്തിനും ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള എബിലിറ്റി അനുസരിച്ച് അവർക്ക് എക്സ്പെക്ടേഷൻ കൊടുക്കുക. To avoid showing favoritism amongst them. അതായത് അവരോട് വ്യത്യാസം ഒന്നും കാണിക്കരുത്. Okay. Then to avoid comparison with other children. മറ്റുള്ള പിള്ളേരുമായിട്ട് താരതമ്യം ചെയ്യരുത് എന്ന് ഒന്ന്. To help them in attaining social and emotional maturity. അതായത് സോഷ്യൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി അതിനുവേണ്ടി അവരെ സഹായിക്കുക. ടു ബി ഡെലിക്കേറ്റ് ഇൻ ബിഹേവിയർ ടുവേർഡ്സ് ദം. അതായത് അവരോട് എന്തുവാ സോഫ്റ്റ് ആയിട്ട് നമ്മൾ പെരുമാറുകയാണ്. വെരി ഗുഡ്. ഇനി ആരാ പറയാ? റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. ഞാൻ പറയാം മാം. ശ്രീലക്ഷ്മി. റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. അതിൽ ഫസ്റ്റ് പോയിന്റ്, ടു പ്രൊവൈഡ് എ വാം ആൻഡ് നർച്ചറിങ് എൻവയോൺമെന്റ്. അവർക്ക് ഉതകുന്ന രീതിയിലുള്ളതും അവരുടെ എല്ലാ കഴിവുകളെയും പരിപോഷിപ്പിക്കാവുന്ന രീതിയിലുള്ളതുമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് സൃഷ്ടിച്ചെടുക്കുക. രണ്ടാമത്തത്, ടു ലിസൺ ടു ദം ആൻഡ് ഹാവ് എ ഡയലോഗ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻസ്ട്രക്ടിങ് ഡൂസ് ആൻഡ് ഡോൺസ്. അതായത് അവരിപ്പോ നമ്മളോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അതിന്റെ ചെയ്യുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവരെ ഒരുപാട് നമ്മൾ ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാതെ ആദ്യം അവര് ചെറിയ മനസ്സാണ്, അപ്പൊ എന്താണോ അവര് പറയുന്നത് അത് ആദ്യം കേൾക്കാനും അതിന് തിരിച്ച് ഒരു മറുപടി കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാനും ആദ്യം ശ്രമിക്കുക. പിന്നെ തേർഡ് വൺ, ടു ബി സെൻസിറ്റീവ് ടു ദെയർ ഫീലിങ്സ്. അവര് ചിലപ്പോ ഭയങ്കര കരഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യണത്, ചില സമയത്ത് സന്തോഷമായിരിക്കാം, ചില സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കാം. അപ്പൊ നമ്മളും തിരിച്ച് അവരോട് ആ ഒരു സെൻസ് ഓഫ് ഫീലിംഗ് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നല്ലോണം സന്തോഷമായിട്ട് നമ്മളോട് കൊഞ്ചി സംസാരിക്കാൻ വരുന്ന ഒരു കുട്ടിയുടെ അടുത്ത് നമുക്ക് പേഴ്സണലി ചിലപ്പോൾ മെന്റലി ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഷൗട്ട് ചെയ്യാൻ നിൽക്കരുത്, അവരുടെ ഫീലിങ്സിനെ നമ്മൾ മാനിക്കണം. പിന്നെ നെക്സ്റ്റ് വൺ, ടു സെറ്റ് എക്സ്പെക്ടേഷൻസ് അക്കോർഡിംഗ് ടു ഏജ് ആൻഡ് ഇൻഡിവിജ്വൽ എബിലിറ്റി. ഇപ്പൊ ഒരു കുട്ടിയുടെ പ്രായം, അവരുടെ ഒരു പക്വത അനുസരിച്ചിട്ട് വേണം നമ്മൾ അവരിൽ നിന്ന് തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കാനായിട്ട്. ഇപ്പൊ ഒരു 3 വയസ്സായ ഒരു കുട്ടി ചിലപ്പോ പെട്ടെന്ന് തന്നെ അക്ഷരങ്ങളൊന്നും എഴുതി തുടങ്ങിയെന്ന് വരില്ല. അപ്പൊ നമുക്ക് അവരെ കൊണ്ട് കാറ്റ് ഡോഗ് എന്നൊക്കെ എഴുതിയേ തീരൂ എന്നുള്ള രീതിയിൽ നമ്മൾ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യരുത്. ഓരോ ഡെവലപ്മെന്റിൽ അതിൻ്റെതായിട്ടുള്ള സ്റ്റേജസ് ഉണ്ട് കുട്ടികൾക്ക്. അപ്പൊ അത് എത്തുന്നത് വരെ നമ്മൾ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങളും അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടായിരിക്കണം. Then next one, to avoid showing favoritism among them. ഫേവററ്റിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരാളോട് മാത്രം കൂടുതൽ ഇഷ്ടം കാണിക്കുക, അങ്ങനെ ഒരിക്കലും കുഞ്ഞി കുട്ടികളുടെ അടുത്ത് ചെയ്യാനായിട്ട് പാടില്ല. കാരണം അവരുടെ മനസ്സിൽ അത് വലിയ വേദനയായിട്ട് ചിലപ്പോൾ ഒരുപാട് കാലം അവർ മുതിർന്നാലും അത് കടന്നേക്കാം. അതുകൊണ്ട് ഒരിക്കലും ഫേവററ്റിസം കാണിക്കരുത്, എല്ലാവരെയും പരമാവധി ഒരുപോലെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അടുത്തത്, ടു അവോയ്ഡ് കമ്പാരിസൺ വിത്ത് അതർ ചിൽഡ്രൻ. ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ചില അമ്മമാര് ഓട്ടോമാറ്റിക്കലി ആണെങ്കിലും പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. മാർക്ക് വാങ്ങിക്കുമ്പോഴും ഒക്കെ നമുക്ക് അറിയാമെങ്കിൽ പോലും നമ്മുടെ വായിൽ ആദ്യം വരും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്, ഓരോ കുട്ടികളുടെ കഴിവുകളും വ്യത്യസ്തരാണ്. ഒരു കുട്ടി പഠിക്കാൻ കുറച്ച് പുറകോട്ടാണെങ്കിൽ ഒരു പക്ഷെ അവന് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അവൻ ചിലപ്പോൾ നല്ലൊരു സ്പോർട്സ് താരമായിരിക്കാം, അല്ലെങ്കിൽ ആർട്സിൽ നല്ല കഴിവുള്ള കുട്ടിയായിരിക്കാം. അപ്പൊ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ വേറെ ഒരാളെ കമ്പയർ ചെയ്ത് താത്തിക്കെട്ടാതെ അവന്റെ കഴിവുകൾ എന്താണോ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം.
അടുത്തത് ടു ഹെൽപ്പ് ദം ഇൻ അറ്റൈനിങ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി. ഈ കുട്ടികൾക്ക് ഒരു സ്റ്റേജ് എത്തുന്നത് വരെ അവർക്ക് സാമൂഹികമായിട്ടും വൈകാരികവുമായിട്ടുള്ള ഒരു മെച്യൂരിറ്റി പക്വത എത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും അവരെന്താ ഇങ്ങനെ പെരുമാറണേ എന്ന് പറയരുത്. അത് കുട്ടികളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അഥവാ അങ്ങനെ എത്താത്ത കുട്ടികളാണെങ്കിൽ അതിനെ സോഷ്യലായിട്ട് കുട്ടികളെ മിങ്കിൾ ചെയ്യിച്ചിട്ടും അവരെ ഈ ചുറ്റുപാട് ഒന്ന് ഇടപഴകി അതിനൊക്കെ നമ്മൾ സഹായിച്ചിട്ടും അവരെ ആ മെച്യൂരിറ്റി എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ കൂടെ നിൽക്കണം. അടുത്തത് ടു ബി ഡെഡിക്കേറ്റ് ഇൻ ബിഹേവിയർ ടുവേർഡ്സ് ദം. നമ്മൾ അവരോട് എപ്പോഴും ഒരു എന്താ പറയുക ഉതകുന്ന രീതിയിലുള്ള ഒരു സമീപനം വേണം നമ്മൾ സ്വീകരിക്കാനായിട്ട്. അവര് ചിലപ്പോ എല്ലാ നമ്മൾ എക്സ്പെക്ട് ചെയ്യണ പോലെ അല്ലല്ലോ കുട്ടികളുടെ പെരുമാറ്റം. അപ്പൊ കുട്ടികൾ എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം ബിഹേവിയർ നമ്മളിൽ നിന്ന് ഉണ്ടാവണം. ഇപ്പൊ ഞാൻ പറയട്ടെ, നേരത്തെ എനിക്ക് പറയാൻ പറ്റിയില്ലായിരുന്നു മിസ് എന്റെ പേര് വിളിച്ചപ്പോ. ടു പ്രൊവൈഡ് എ വാം ആൻഡ് നർച്ചറിങ് എൻവയോൺമെന്റ്. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നൽകുക. ടു ലിസൺ ടു ദം ആൻഡ് ഹാവ് എ ഡയലോഗ് ഇൻസ്ട്രക്റ്റഡ് ഓർ ഇൻസ്ട്രക്റ്റീവ് ഡൂസ് ആൻഡ് ഡോൺസ്. അവര് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളും അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ടു ബി സെൻസിറ്റീവ് ടു ദെയർ ഫീലിങ്സ്. അവരുടെ ഫീലിങ്സിനെയൊക്കെ നമ്മൾ മാനിക്കുക. ടു സെറ്റ് എക്സ്പെക്ടേഷൻ അക്കോർഡിംഗ് ടു ഏജ് ആൻഡ് ഇൻഡിവിജ്വൽ എബിലിറ്റി. അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള എക്സ്പെക്ടേഷൻസ് മാത്രം നമ്മൾ വെക്കുക. ടു അവോയ്ഡ് ഷോവിങ് ഫേവറിറ്റിസം എമംഗ് ദം. ഒരു കുട്ടികൾക്കും മുൻഗണന കൊടുക്കരുത്, എല്ലാവരും ഒരുപോലെ തന്നെ കാണാൻ ശ്രമിക്കുക. ടു അവോയ്ഡ് കമ്പാരിസൺ വിത്ത് അതർ ചിൽഡ്രൻ. മറ്റു കുട്ടികളുമായിട്ടുള്ള കമ്പാരിസൺ ഒഴിവാക്കുക. ടു ഹെൽപ്പ് ദം ഇൻ അറ്റൈനിങ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി. സോഷ്യലായിട്ടും അതുപോലെ തന്നെ ഇമോഷണലായിട്ടും ഉള്ള മെച്യൂരിറ്റി ഉണ്ടാകാനായിട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക. ടു ബി ഡെലിക്കേറ്റ് ഇൻ ബിഹേവിയർ ടുവേർഡ്സ് ദം. അവരോട് നന്നായിട്ട് പെരുമാറുക. ഇത്തരം കാര്യങ്ങളാണല്ലേ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് ക്രോഡീകരിച്ച് പറയാം. എല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ. റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ടു പ്രൊവൈഡ് എ വാം ആൻഡ് നർച്ചറിങ് എൻവയോൺമെന്റ്. ഒരു ഊഷ്മളമായ ഒരു ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യണം. ടു ലിസൺ ടു ദം ആൻഡ് ഹാവ് എ ഡയലോഗ് ഇൻസ്ട്രക്റ്റിംഗ് ഡൂസ് ആൻഡ് ഡു നോട്ട്സ്. അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയാതെ അവര് പറയുന്നത് ഒന്ന് ലിസൺ ചെയ്തിട്ട് എന്താണ് കുട്ടികൾ പറയുന്നത് എന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ആൻസർ കൊടുക്കുക. അതുപോലെ തന്നെ ടു ബി സെൻസിറ്റീവ് ടു ദെയർ ഫീലിംഗ്. നമുക്കറിയാം കുഞ്ഞു കുട്ടികളാണ് അല്ലെ. അപ്പൊ അവര് ചിലപ്പോ ഇപ്പോ ഒരു കുഴപ്പമുണ്ടാകാതെ നിൽക്കണായിരിക്കും, അല്ലെങ്കിൽ ഒരു സന്തോഷിച്ച് പിന്നെ നോക്കുമ്പോ ജസ്റ്റ് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോ കരയണാണ് അല്ലെ. അങ്ങനെ എന്താണ് അവരുടെ ഫീലിംഗ്, അല്ലെങ്കിൽ അവരെന്താണ് കുഞ്ഞു കുട്ടികളായതുകൊണ്ട് തന്നെ അവരുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും, ഫീലിംഗ് ആയിരിക്കും. അതനുസരിച്ചിട്ട് വേണം കുഞ്ഞു കുട്ടികളോട് നമ്മൾ പെരുമാറാനായിട്ട്. ടു സെറ്റ് എക്സ്പെക്ടേഷൻസ് അക്കോർഡിംഗ് ടു ഏജ് ആൻഡ് ഇൻഡിവിജ്വൽ എബിലിറ്റി. നമ്മള് ശ്രീലക്ഷ്മി പറഞ്ഞില്ലേ, എന്താണ് 3 വയസ്സായ കുട്ടി എന്താണ് ക്യാറ്റും ഡോഗൊക്കെ എഴുതുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? ചിലപ്പോ ആ കുട്ടി ABCD പോലും ആ കുഞ്ഞിനെ അറിയാൻ പറ്റില്ല. അമ്മമാര് പറയും ക്യാറ്റ് എഴുതു ഡോഗ് എഴുതെന്ന് പറഞ്ഞാല് അങ്ങനെ നടക്കുന്നതില്ല. ഇപ്പൊ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന രീതി അല്ലെ, അങ്ങനെ പറയാൻ പറ്റും നമുക്ക്. അങ്ങനെ പറഞ്ഞാലും നടക്കാവുന്ന കാര്യമല്ലോ അല്ലെ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 4ാം ക്ലാസ്സിലെ മാത്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുമോ അല്ലെ? തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന രീതിയാണല്ലേ അത്. അപ്പൊ ഓരോ കുട്ടിയുടെയും ഏജിനനുസരിച്ചുള്ള കപ്പാസിറ്റി ആ കുട്ടിക്ക് ഉണ്ട്. അതനുസരിച്ചിട്ട് വേണം കുട്ടികളോട് പെരുമാറാനായിട്ട്. ഓക്കെ, അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട്. ടു അവോയ്ഡ് ഷോയിങ് ഫേവറിറ്റിസം എമംഗ് ദം അല്ലെ. ഫേവറിറ്റിസം നമ്മള് അല്ലെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എല്ലാവരും ഈക്വൽ ആയിട്ട് കാണണം. ടു അവോയ്ഡ് കമ്പാരിസൺ വിത്ത് അതർ ചിൽഡ്രൻ. നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് അല്ലെ. അവൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ, എനിക്ക് എന്റെ 2 മാർക്ക് കുറഞ്ഞത്, അല്ലെങ്കിൽ എന്തേ 1 മാർക്ക് എവിടെ പോയി, അവൾക്ക് എന്താണ് 50-ൽ 50 കിട്ടി എന്ന് ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ രണ്ടുപേരെയും തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല. അവർക്ക് മാർക്ക് കുറഞ്ഞാലും കുറഞ്ഞോട്ടെ, കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കൊടുത്താൽ മതി. നെക്സ്റ്റ് എക്സാം ആവുമ്പോൾ ചിലപ്പോൾ എന്താണ് 50-ൽ 50 കുട്ടി വായിക്കും. അതുപോലെ തന്നെ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല. ഇനി എന്താണ്
to help them in attain social and emotional maturity. സോഷ്യൽ ആയിട്ടും ഇമോഷണൽ ആയിട്ടും ഒരു മെച്യൂരിറ്റി കുട്ടികളിൽ വളർത്തിയെടുക്കണം. ഇപ്പോൾ സോഷ്യൽ ആയിട്ട് എന്താണ് ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഇപ്പൊ സോഷ്യൽ ആയിട്ട് ഇപ്പൊ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ കുട്ടികളിൽ പറഞ്ഞു കൊടുക്കാം. എന്തെങ്കിലും ഇമോഷണൽ ആയിട്ട് എന്തെങ്കിലും ആ കുട്ടിക്ക് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഡൗൺ ആയി പോകാതെ അത് തരണം ചെയ്യാനായിട്ടുള്ള മെച്യൂരിറ്റി കുഞ്ഞുങ്ങളിൽ നമ്മൾ വളർത്തിയെടുക്കണം. ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ പറഞ്ഞു കൊടുത്ത് എന്തെങ്കിലും ഫീലിങ്സ് ഒക്കെ അല്ലെങ്കിൽ സോഷ്യലായിട്ട് നമ്മൾ പോകുമ്പോൾ സോഷ്യലായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഡൗൺ ആയി പോകാതെ അത് തരണം ചെയ്യാനായിട്ടുള്ള കഴിവ് കുട്ടികളിൽ, അങ്ങനെയുള്ള മെച്യൂരിറ്റി കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കാൻ നോക്കാം. അതുപോലെ തന്നെ ടു ബി ഡെലിഗേറ്റ്. ഡെലിഗേറ്റ് എന്ന് പറഞ്ഞാൽ മൃദുവായ ഇൻ ബിഹേവ് ടുവേർഡ്സ് ദം, അവരോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനായിട്ട്. കുഞ്ഞുങ്ങളാണ് അല്ലെ, മൃദുവായിട്ട് നല്ല രീതിയിൽ പെരുമാറാനായിട്ട് ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളാണ് പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും റോളായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദ ചൈൽഡ്. ഓൾ ചൈൽഡ്സ് ഫോളോ the same series and pattern, but the rate of development may be different. നമുക്കറിയാം എന്താണ്, കുട്ടികൾ വളരുന്നത് ഒരു സെയിം സീരീസിലാണ് അല്ലെ, എല്ലാവർക്കും വളർച്ചയുണ്ട്. പക്ഷേ അതിൽ ആ റേറ്റിൽ ഡെവലപ്മെന്റ് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ. എങ്ങനെയെല്ലാം വ്യത്യാസം ഉണ്ടാവും പറയാൻ പറ്റുമോ? നമ്മളെല്ലാവരും വളരുന്നുണ്ടല്ലേ, പക്ഷെ നമുക്ക് എന്താണ് ഒരു റേറ്റിൽ ഡെവലപ്മെന്റ് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. എങ്ങനെയെല്ലാം വ്യത്യാസം ഉണ്ടാവും പറഞ്ഞു നോക്കിയൊന്ന്. എങ്ങനെയെല്ലാം വ്യത്യാസം ഉണ്ടാവും? വ്യത്യാസമായിരിക്കും ചിന്ത. വെരി ഗുഡ്. മെന്റൽ ആയിട്ടുള്ളത് അല്ലെ, മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെ, ഫിസിക്കൽ സ്ട്രക്ചറിൽ അല്ലെ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ബോഡി സ്ട്രക്ചർ അല്ലെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ ആയിട്ട് മെന്റൽ ആയിട്ടുള്ള ആ റേറ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ വളരുന്നത് അല്ലെങ്കിൽ സെയിം സീരീസിലാണ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്, പക്ഷെ റേറ്റില് ഡെവലപ്മെന്റൽ റേറ്റില് വ്യത്യാസം ഉണ്ടാവും. This successive pattern in different aspects of development constitute the milestones of development. അതിനാൽ കുട്ടികളുടെ എല്ലാ ആസ്പെക്ട്സിലും ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. അതിനെയാണ് മൈൽസ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. എല്ലാ കാര്യത്തിലും എല്ലായിടത്തും ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ ഇവിടെയാണ് റേറ്റിൽ വ്യത്യാസമുണ്ട്. അതൊന്ന് ഓർത്തു വെച്ചാൽ മതി. അതിനെയാണ് നമ്മൾ മൈൽസ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ചെറിയ ചെറിയ പോയിന്റ്സ് തന്നിട്ടുണ്ട്, ഒരു ആക്ടിവിറ്റി ആയിട്ട് വെച്ച് തരാം. അത് നോക്കിയേ, മൈൽസ്റ്റോൺസ് ആട്രിബ്യൂട്ടിംഗ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. നോക്കാട്ടോ, ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ഐ ആം 6 months old. 6 വയസ്സായ കുട്ടിയുടെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. 6 മാസമായ കുട്ടിയുടെ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരു കുട്ടി ഏതെങ്കിലും നമ്മുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി 6 മന്തുള്ള കുട്ടിയാവണം. ഫസ്റ്റ് ഇതാണ് പറയേണ്ടത്. ഇനി അതിന്റെ അടിയിൽ 8ാമത്തെ പോയിന്റ് നോക്കിയേ, ഐ ആം 1 year old. 1 വയസ്സായ കുട്ടിയുടെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി 15ാമത്തെ പോയിന്റ് നോക്കിയേ, 15 ഐ ആം 3 years old. 3 വയസ്സായ കുട്ടി. അതുപോലെ തന്നെ 17ാമത്തെ പോയിന്റ് നോക്കിയേ, ഐ ആം 4 years old. അപ്പൊ അങ്ങനെ വളർച്ചയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് പറയുന്നത് ഡെവലപ്മെന്റ്സ്. ഒരു കുട്ടിക്ക് കളിക്കാൻ ഇഷ്ടം, ചിരിക്കാൻ ഇഷ്ടം, ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഓരോ കുട്ടികളും 4 പേര് നമുക്ക് വേണം. ആരാവും ഫസ്റ്റ്? ചോദിച്ചോട്ടെ, വളർച്ചയിലുള്ള വികാസം, അത് വളർച്ചയും വികാസവും പറയണോ, ഡെവലപ്മെന്റും രണ്ടും പറയണോ? അതെ, വായിച്ചു നോക്കാം. നോക്കി പറഞ്ഞത് മനസ്സിലായോ മിസ്സസ് സാബിറയ്ക്ക്? 6 ഐ ആം 6 months old. എന്നിട്ട് ആ കുട്ടിയുടെ കാര്യങ്ങളാണ് ഈ അടിയിൽ കൊടുത്തിരിക്കുന്നത് പോയിന്റ് വൈസ്. ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കി, അപ്പൊ കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ട് 1 വയസ്സായ കുട്ടിയുടെ കാര്യമാണ് അടിയിൽ കൊടുത്തിരിക്കുന്നത്. 9 തൊട്ടുള്ള കാര്യങ്ങൾ കേട്ടോ, 9, 10, 11 ആ 1 വയസ്സായ കുട്ടിയുടെ കാര്യങ്ങൾ, അവൻ എന്തൊക്കെയാണ് ഇഷ്ടം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ 15ാമത്തെ പോയിന്റ് നോക്കി, 3 വയസ്സായ കുട്ടിയുടെ കാര്യങ്ങൾ, അവൻ എന്താണ് ചെയ്യാൻ ഇഷ്ടം എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി 4 yearsലുള്ള കുട്ടിയുടെ അവന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് താഴെ അടിയിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 4 കുട്ടികൾ വേണം നമുക്ക്. ആരൊക്കെയാവും? ഫസ്റ്റ് ഞാൻ സബീന 6 മാസം. സബീന 6 മാസം. ഓക്കെ,
3 years ഓൾറെഡി പറഞ്ഞു മാം. സൽമ. ഞാനൊന്ന് നോട്ട് ചെയ്താനായിട്ട്. 6th മന്ത് സബീന. യെസ്. 1 വയസ്സായതാരാ? 1 വയസ്സുള്ള കുട്ടി. 1 വയസ്സാരാവും? ആരും ഞാനാവാം മാം. ശ്രുതി. ശ്രുതി. ഇനി 3 years old. ഞാനാവാം. ഞാൻ പറഞ്ഞു. രേഷ്മ. സൽമ. സൽമ. ഓക്കെ, ഓർമ്മ വേണം കേട്ടോ, മിസ്സിന് തെറ്റി പോകും ചിലപ്പോ. ഇനി 4 years. ആരാ? രേഷ്മയാണോ? ഞാനാവാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് സമയം തരാം മിസ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടോ പോയിന്റ്സ്. എന്നിട്ട് കുഞ്ഞിക്കുട്ടി പറയുന്നത് പോലെ പറയണം. അറിയോ? അയ്യോ, സാരില്ല, 6 മാസം. ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മതി. 6 മാസം കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല. 10 മിനിറ്റ് സമയം തരാം, വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. അതിൽ 6 മാസമായ കുട്ടിക്കാണ് പറയാനൊരു ബുദ്ധിമുട്ട്. ഓക്കെ, പറയാനായിട്ട് ബുദ്ധിമുട്ടല്ലേ? ചെയ്യാൻ പറ്റുമോ നോക്കാല്ലേ? അല്ലേ സബീന? ശ്രമിക്കാം. 6 മാസം പ്രായമുള്ളവരൊന്നും സംസാരിക്കത്തില്ല, ചുമ്മാ ബാബ കാക്കാന്നൊക്കെ പറയും. സാരില്ല, നമ്മളിവിടെ കൊടുത്തിരിക്കുന്നതല്ല, അപ്പൊ നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. പറയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് സബീനയ്ക്ക് പറയുന്ന പറ്റുന്ന പോലെ ചെയ്യാം. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എനിക്ക്? I am 6 months old എന്ന് പറഞ്ഞിട്ട് തുടങ്ങിക്കോളൂ. മനസ്സിലായത് പറഞ്ഞാൽ മതി. I am 6 months. എനിക്ക് 6 വയസ്സ്. എനിക്ക് 6 മാസം പ്രായമുണ്ട്. ഞാൻ ഇരിക്കും, ഞാൻ തൊട്ടിയിലിരുന്ന് മൊബൈൽ ഫോൺ നോക്കും, പിന്നെ തന്നെത്താനെ ഞാൻ കിലുക്കം കിലുക്കും. പിന്നെ എനിക്ക് ബാബ എന്ന് വെക്കാൻ അറിയാം. ഞാൻ പപ്പായോ പാപ്പ ദാദാ എന്ന് ഞാൻ കൂവുകയും കരയുകയും ഒക്കെ ചെയ്യും. എന്റെ അമ്മയെ നോക്കി ഞാൻ എപ്പോഴും ചിരിക്കും. എനിക്ക് ഹൈഡാൻസിക് അമ്മയുമായിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത്രയല്ലേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഒക്കെ മാറുമ്പോ, എന്തെങ്കിലും വസ്തുക്കളൊക്കെ നമ്മളിൽ നിന്ന് മറയുമ്പോ ഞാനത് എന്തിയേന്ന് നോക്കും. കാണാൻ പറ്റാത്തത് എത്തി നോക്കും. ഓക്കെ, നന്നായിട്ട് പറഞ്ഞല്ലേ? സാബറയ്ക്ക് ഒരു കയ്യടി കൊടുത്ത്. സോറി, സബീന. ഓക്കെ, സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് I am 1 years old. ആരായിരുന്നു? എനിക്ക് 1 വയസ്സായി. ഞാൻ ഓടും, ചാടും, സ്റ്റെപ്സ് കമ്പിയിൽ പിടിച്ചിട്ട് മെല്ലെ മെല്ലെ കേറും, ബോൾസ് കൊണ്ട് കളിക്കും, കുഞ്ഞു കുട്ടികളെ കാണുമ്പോ ചിരിക്കും, അമ്മ വാ എനിക്ക് പാല് വേണം, പാപ്പ വേണം എന്ന് പറയും, എനിക്ക് മമ്മം വേണമെന്ന് പറയും. പിന്നെ അത്രയൊക്കെയുള്ളു മാം. പിന്നെ ടോയ്ലറ്റിൽ പോകുമ്പോ അമ്മ എനിക്ക് ചൂച്ചു പോണം, അപ്പി ഇന്നം പറയും. മാം ഇത്രയൊക്കെ എനിക്ക് അറിയുന്നുള്ളൂ. എന്റെ മോൻ പറഞ്ഞത് എന്നോട് 1 വയസ്സായിരിക്കുമ്പോ. നന്നായിട്ട് പറഞ്ഞല്ലേ? സൂപ്പർ ആയിരുന്നു. നെക്സ്റ്റ് 3 years old. കുറച്ചുള്ളൂ പറയാനായിട്ട്. ആരാ? 3 years. നിഹലായിരുന്നു. ഞാനാണ്. സോനു. ഞാൻ പറയണ്ട. I am 3 years old. ഞാൻ ഓടും, ചാടും, ഇരിക്കും, മറിയും, പിന്നെ പാട്ട് പാടും, പിന്നെ
ഡാൻസ് കളിക്കും. മ്യൂസിക്കിനനുസരിച്ച് ഞാൻ ഡാൻസ് കളിക്കും. എനിക്ക് ഇല്ലുമിനാട്ടി ഭയങ്കര ഇഷ്ടാണ്. ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി പിന്നെ ഓക്കെ. സ്റ്റെപ്പ് ഇട്ട് കളിക്കും. പിന്നെ വാശി പിടിക്കും. പിന്നെ ഞാന് ഓടിക്കളിക്കും. ഞാൻ എല്ലാവരും പേര് പറഞ്ഞു വിളിക്കും. പിന്നെ എനിക്ക് 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 പറയാൻ കിട്ടുന്നില്ല. നന്നായിട്ട് പറഞ്ഞു കേട്ടോ, നല്ലതായിരുന്നു. എന്റെ ഓക്കെ. മോന് 2.5-3 വയസ്സായി. അത് അവൻ പറയുന്നതൊക്കെ ഏകദേശം. ഓക്കെ, ഞാനാ രേഷ്മ. ഐ ആം 4 years old. എനിക്ക് 4 വയസ്സായി. ഞാൻ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാം. പക്ഷേ എനിക്ക് റൈഡ് ടു ട്രൈസൈക്കിളാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് ഡ്രസ്സ് ഇടാനും ഊരാനും അറിയാം. എനിക്ക് പല തരത്തിലുള്ള കളികൾ കളിക്കാനും എൻ്റെ പ്രായത്തിലുള്ള കൂട്ടുകാരോട് കൂട്ടുകൂടാനുമാണ് എനിക്കിഷ്ടം. വാക്കുകളെല്ലാം കൂട്ടി പറയാൻ ഞാൻ പഠിച്ചു. ഞാൻ കളർ പെൻസിൽ ഉപയോഗിച്ച് കളർ ചെയ്യാനും ക്രയോൺസ് ഉപയോഗിച്ച് കളർ ചെയ്യാനും എല്ലാം ഞാൻ പഠിച്ചു. അനിമൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാത്തിൻ്റെ ഷേപ്പും സൈസും നോക്കി തരംതിരിച്ച് പറയാനും എനിക്കറിയാം. ഞാനിപ്പോൾ ഇച്ചിരി വലിയ കുട്ടിയായേ. നന്നായിട്ട് ചെയ്തല്ലോ എല്ലാവരും, സൂപ്പർ ആയിരുന്നു അല്ലേ? ഇനി ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടാ? ഇല്ല, ആർക്കില്ല. അമ്പിളി ചെയ്യണോ? അമ്പിളി വേണ്ട വേണം. വേണോ? വേണമെങ്കിൽ ചെയ്തോളൂ. വേണ്ട? വേണ്ട. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. മിസ്സിന്ന് മോക്ക് ടെസ്റ്റ് ഇടാം കേട്ടോ, ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക് എടുക്കാം, അടുത്ത ചാപ്റ്റർ എടുക്കാം കേട്ടോ. ഓക്കെ, ഇന്നത്തെ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. എന്താ വിശേഷം? എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? എങ്ങനെയുണ്ട് മഴയൊക്കെ? എങ്ങനെയുണ്ട് നാട്ടിലൊക്കെ? മഴയുണ്ടോ? ഇവിടെ മഴ കുറവാണ്. മഴ നല്ല മഴ. കുറഞ്ഞു. നല്ല മഴ. നല്ല മഴയാണോ അങ്ങനെയുള്ളത്? കാസർഗോഡ് ഞങ്ങളുടെ നാട്ടിൽ കോട്ടയം നല്ല മഴ. കോട്ടയം നല്ല മഴയാണ് മാം. പുഴയൊക്കെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുക. ഇവിടെ ഇപ്പൊ നല്ല വെയില് പോലെ മഴയൊന്നുമില്ല, നല്ല വെളിച്ചത്തില് നിക്കുന്നുണ്ട്. വെയിലില്ല, ഇന്നൊരു ചെറിയ വെളിച്ചമുണ്ട്. അതെയോ? മഴയാണല്ലേ? ഓക്കെ. കുട്ടികൾക്കൊക്കെ സ്കൂളിലല്ലോ? ആദ്യമായിട്ട് ഫുൾ ഡേ സ്കൂളിൽ പോയിരിക്കുക മാം. 1 വീക്ക് ഓഫ് ഡേ ആയിരുന്നു. ഇന്ന് ഫുൾ ഡേ സ്കൂളാണ്. അതെല്ലേ? പോയിട്ടുണ്ട്. എവിടെയാ സുഗിര? നാട് എവിടെയാ? പാലക്കാടാണ് മാം. പാലക്കാട്. ഓക്കെ. ഞങ്ങൾക്ക് സ്കൂളുണ്ട് മാം, കോട്ടയം. ആ, ഇതെല്ലാവർക്കും സ്കൂളുണ്ട്. എന്റെ മോള് സ്കൂളിൽ പോയി. ഇന്നലെ അവധിയായിരുന്നല്ലോ, അപ്പൊ സന്തോഷായിരുന്നു. അതെ, അതുകൊണ്ട് മഴയുണ്ടായില്ല. ഇന്ന് അതുകൊണ്ട് അത്യാവശ്യം മഴയായിരുന്നു. ഇന്ന് വെളുപ്പിനൊക്കെ ഭയങ്കര മഴയായിരുന്നു, കാറ്റും മഴയൊക്കെ ആയിരുന്നു. ഇന്നിപ്പോ ശമിച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെന്താ വിശേഷങ്ങള്? പഠിക്കുന്നുണ്ടോ നിങ്ങള്? മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടോ? മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെന്താ? വേറെന്താ മിസ്സേ? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഒരുമാതിരിയൊക്കെ പരിചയപ്പെടാൻ തുടങ്ങി. ഞങ്ങളൊരു ചെറിയ ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വാട്സാപ്പ് വാട്സപ്പ് ഗ്രൂപ്പ്, ഞങ്ങള് പൊട്ട ഇംഗ്ലീഷ് ഗ്രൂപ്പ്. അതറിയാലോ മിസ്? ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഗ്രൂപ്പാണ് മാം. ഓക്കെ. ചെയ്തു തുടങ്ങിക്കോളൂ. നല്ല രീതിയിൽ നടക്കട്ടെ എല്ലാ കാര്യങ്ങളും. ഇംഗ്ലീഷ് എങ്ങനെയാ? ഡെവലപ്പ് ആവുന്നുണ്ടോ? പിന്നെ തുടങ്ങിയാൽ നിർത്തത്തില്ല.
5 മിനിറ്റിനുള്ളിൽ 200 മെസ്സേജ് 300 മെസ്സേജ് ഒക്കെ എന്റെ അമ്മോ, നിങ്ങൾ പൊളിക്കാലോ അപ്പൊ. പൊളിക്കും. വീട്ടിൽ രാവിലെ വെക്കുന്ന ചോറ് തൊട്ട് വൈകിട്ട് കിടന്നുറങ്ങുന്നത് വരെ ഇംഗ്ലീഷാ ഫുള്ള്. അപ്പൊ കുഴപ്പമില്ല, നിങ്ങൾ 1 വർഷം കൊണ്ടൊക്കെ അപ്പൊ ഇംഗ്ലീഷ് പഠിച്ചോളൂ. അശ്വതി മിസ്സിനെ അഭിമാനിക്കാം. അപമാനാകോ? അപമാനം. ഓക്കെ, പിന്നെന്താ? ലീഡേഴ്സ് മാറിയോ നിങ്ങളുടെ? നിത്യാനല്ലേ ലീഡേഴ്സ്? മാറിയിട്ടില്ല. ഇനിയും എല്ലാവർക്കും അവസരം കൊടുക്കാമായിരുന്നു. മാറണം ആഗ്രഹം ഉണ്ടെങ്കിൽ മിസ്സിനോട് പറഞ്ഞാൽ മതി. ജിഷ മിസ് അല്ലേ ആക്കിയത് നിങ്ങളെ? മാമാണ് ആക്കിയത്. അപ്പൊ ജിഷ മിസ്സിനോട് പറഞ്ഞോളൂ. ഓക്കെ മാം. അമ്പിളിയൊക്കെ ഒരു ലീഡറിന്റെ പവറുള്ള ആളാ. അമ്പിളിനെ കാക്കാം. കൊഴപ്പില്ല. ഇങ്ങനെയൊക്കെയല്ല ആയി പഠിക്കുന്നത്. ഇനിയിപ്പോ സ്കൂളിലൊക്കെ പോകുമ്പോ എന്തായിരിക്കും? കുഞ്ഞുങ്ങളെയൊക്കെ നയിക്കണ്ടേ? അതെ, ഇതൊക്കെ ഒരു വലിയ ടാസ്ക് ആണല്ലേ, കുഞ്ഞുങ്ങളെ നയിക്കുന്നത്. വലിയ ആൾക്കാരെ നമുക്ക് പഠിപ്പിക്കാം, കുഞ്ഞു മക്കളെ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോണ സൈസുകളാണ് ഒക്കെ. പഠിപ്പിക്കൽ മാത്രല്ല, നിയന്ത്രിക്കുക എന്നുള്ളതാണ് ചെറിയ പഠിക്കാൻ. അതെ, അവരെ നിയന്ത്രിക്കാൻ വലിയ പാട്. എന്റെ മോളൊക്കെ പറയും, ഓ മമ്മി എഴുതി എനിക്ക് വയ്യാണ്ടായി. ഒരു ടീച്ചർ വന്നു കഴിയുമ്പോ അടുത്ത ടീച്ചർ. ഓരോ ഇപ്പൊ UKG LKG ആകുമ്പോ കുഴപ്പമുണ്ടാവില്ല, ഒരു ടീച്ചർ തന്നെയായിരുന്നു. പക്ഷെ 1ലൊക്കെ ആയപ്പോഴത്തേക്കും സബ്ജക്റ്റുകൾ മാറി, കുറെ സബ്ജക്ട് വന്ന്, അതുപോലെ ഓരോന്നിനും ഓരോ ടീച്ചറായി, സെപ്പറേറ്റ് ടീച്ചറായി. പറയുന്നത് എഴുതിയ മനുഷ്യൻ അവശതേ വയ്യ, ടിഫിൻ പോലും കഴിക്കാൻ അവർക്ക് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം പറഞ്ഞിരുന്നു. ഇതിനൊരവസാനം ഇല്ലേ എന്നൊക്കെ ചോദിക്കും. ഇപ്പത്തെ കുട്ടികളുടെ ഓരോ ഡയലോഗ് കേട്ടാ ഇതിനൊരവസാനം ഇല്ലേ എന്നൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ അപ്പോഴേക്കന്നെ. തുടങ്ങിയിട്ടുള്ളൂ, അവസാനം വരെ എന്തൊക്കെ ആവോ. പഠിക്കാൻ തന്നെ ഇപ്പൊ എന്തോരാ. ഒരു പാട്ട് പാടാം. പാട്ടോ? ഏതാ പാടേണ്ടത്? മാഡത്തിന് ഇഷ്ടമുള്ള പാട്ട് ഏതെങ്കിലും? അങ്ങനെയൊന്നുമില്ല, ഏതെങ്കിലും പാടിക്കാം, നമ്മൾക്ക് ഇഷ്ടമുള്ളത്. മഴയുടെ പാടാം. ഞാൻ 2 വരി. മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരു മാറി മുകിലിനെ പ്രണയിച്ചു പോയി. പൂവമ്പനമ്പലത്തിൽ പൂജയ്ക്ക് പോകുമ്പോൾ പൊന്നും മിന്നും നിന്നെ അണിയിക്കും ഞാൻ. വാണിടം മംഗളമാലതിക്കേ ഓമലേ നിന്നെ ഞാൻ സ്വന്തമാക്കും. മതിയോ? കഴിഞ്ഞ ആസ്വദിച്ചപ്പോഴേക്കും കഴിഞ്ഞോയല്ല അല്ലേ? പെട്ടെന്ന് പാടിയതല്ലേ, അപ്പൊ വരികൾ ഓർമ്മയില്ല. മഴന്ന് വെച്ചിട്ട് അങ്ങോട്ട് പാടിയതാ. കൊള്ളായിട്ടോ? ഇഷ്ടായോ? താങ്ക് യു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പാടിപ്പിക്കും ക്ലാസ്സിൽ. നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. വിശക്കുന്നുണ്ടോ എല്ലാവർക്കും? വിശക്കുന്നുണ്ടാ? ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ? വിശക്കുണ്ടായിരുന്നു, കണ്ടിട്ട് കഴിച്ചിട്ടാണ് ക്ലാസ്സിന് ഇരുന്നത്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. അയ്യോ, സൈൻ ഔട്ട് പറഞ്ഞില്ലല്ലോ, മറന്നുപോയി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ മറന്നാലും നിങ്ങൾ ഓർമ്മിപ്പിക്കണം. സൈൻ ഔട്ട് ആരാ പറയുന്നത്? നീതു. Thank you, Navjot ma'am, for this interesting and interactive class today.
Now I am talking about the specialty of today. Today is June 17th, is National Eat Your Vegetables Day. This day is dedicated to encouraging people, especially children, to enjoy a variety of nutritious vegetables and to promote healthy eating habits. Why celebrate National Eat Your Vegetables Day? First one, health benefits. Vegetables are packed with vitamins, minerals, fiber, and antioxidants, which are essential for preventing diseases and maintaining overall well-being. Next one, weight management. Many vegetables are low in calories, making them helpful for those looking to manage their weight. Promoting healthy habits, this day serves as a reminder to incorporate more vegetables into daily meals, supporting a balanced diet. A catchy slogan for National Eat Your Vegetables Day. Fuel your body, grow with the greens. Eat your veggies, live longer. Crunch your way to good health. National Eat Your Vegetables Day on June 17 falls in the middle of National Fresh Fruit and Vegetables Month. Today's celebration is one more opportunity to remind everyone to continue with this part of the healthy diet. Thank you, ma'am. Thank you, everyone. Okay. Okay, thank you. Thank you, ma'am.